ആർ.എം.പി നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതിയുടേത് നിർണായക വിധിയാണ്. കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രതികളെയെല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. 26-ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവരുതെന്ന സന്ദേശവുമായാണ് അസാധാരണ നടപടികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നത്. 2 പ്രതികളെ കൂടെ ശിക്ഷിക്കുന്നു. ഇതിൽ കെ കൃഷ്ണൻ CPM നേതാവാണ്. ഇതോടെ രാഷ്ട്രീയ ഗൂഢാലോചനയും ഫലത്തിൽ ഹൈക്കോടതി അംഗീകരിക്കുന്നുവെന്ന് വേണം വിലയിരുത്താൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ ഹൈക്കോടതി വെറുതെ വിട്ടു. ഇത് CPMന് ആശ്വാസമാണ്. എന്നാൽ മോഹനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ അപ്പീൽ നൽകാൻ സാധ്യതയേറെയാണ്. ചന്ദ്രശേഖരനെതിരെ കൊലവിളി നടത്തിയ വ്യക്തിയാണ് കെ കൃഷ്ണൻ. ജ്യോതിബാബുവും ഗൂഢാലോചന കേസിലാണ് കുറ്റക്കാരനാകുന്നത്. പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്ന വാദവും കോടതിക്ക് മുന്നിലുണ്ട്. ഇതിലിനി വാദം കേൾക്കൽ തുടരും. ഇതിനു വേണ്ടിയാണ് 26-ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത്. CPM നേതാക്കളായ CH അശോകനും കെ കൃഷ്ണനും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ അശോകൻ വിചാരണയ്ക്കിടെ മരിച്ചു. ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അന്ന് കൃഷ്ണൻ. ജ്യോതിബാബുവും CPM ഓഫീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി കോടതിയിൽ നടക്കുന്ന നടപടികൾ നിർണായകമാകും. CPMുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ളവരാണ് കൃഷ്ണനും ജ്യോതിബാബുവും. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത്. FIRൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ലെന്നും പലരെയും കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രതികളുടെ വാദം. ഇത് ഹൈക്കോടതി തള്ളി. പ്രതികളുടെ അപ്പീലാണ് കോടതി തള്ളിയത്. പ്രതികൾക്കിത് തിരിച്ചടിയായി മാറി. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ PK കുഞ്ഞനന്ദൻ 2020 ജൂണിലാണ് മരിച്ചത്. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPM നേതാവായ പി മോഹനൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ചു. മോഹനനെ വിട്ടയച്ചത് ഹൈക്കോടതി ശരിവെച്ചു. ഇതിൽ 2 പേർ കൂടി കേസിന്റെ ഭാഗമായി മാറും. ഇനിയുള്ള വാദം കേൾക്കലിനിടയിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള സാധ്യതയും സജീവമാകുന്നുവെന്നതാണ് കോടതി നടപടികളുടെ പ്രാധാന്യം. അങ്ങനെ വന്നാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തണമെന്ന സന്ദേശം പൊതുസമൂഹത്തിന് കിട്ടുമെന്ന വിലയിരുത്തൽ സജീവമാണ്. ഏതായാലും ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയുടെ നിയമ പോരാട്ടമാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. കുറ്റപത്രത്തിൽ അപ്പുറത്തേക്ക് പ്രതികൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷനും സംശയമുണ്ട്. എന്നാൽ 12 കൊല്ലമായിട്ടും അതിൽ അന്വേഷണം നടത്തിയിട്ടില്ല. വടകരയ്ക്ക് അടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4-നാണ് ടി.പി. ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM വിട്ട് ഒഞ്ചിയത്ത് ആർ.എം.പി എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ CPMകാരനായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇതിനൊപ്പം 2010 മുതൽ തന്നെ ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പോലീസ് റിപ്പോർട്ടിലൂടെ തന്നെ പ്രോസിക്യൂഷൻ തെളിയിച്ചു. വിചാരണയ്ക്ക് ശേഷം MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ തുടങ്ങി 13 പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ 3 വർഷത്തെ തടവിനും ശിക്ഷിച്ചു. ഈ ശിക്ഷയാണ് ശരിവയ്ക്കുന്നത്. ഇതിനു പുറമെയാണ് ജ്യോതിബാബുവിനെയും കെ കൃഷ്ണനെയും ശിക്ഷിക്കുന്നത്. ഇവരോട് കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാകും ഇവരുടെ ശിക്ഷയിൽ തീരുമാനമെടുക്കുക. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ, ഇയാളെയും ശിക്ഷിക്കണമെന്നായിരുന്നു കെ രമ ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ നിയമപോരാട്ടം കെ രമ തുടരും.